രാജേന്ദ്രൻ സാറേ, ഉം. ഈ ട്രംപ് ഉം. മുൻകൈ എടുത്തിട്ടാണ് ഉം. ഈജിപ്തിലെ ഷെറം ഷെയ്ഖിൽ ഒരു യുദ്ധവിരാമ കരാർ ഉണ്ടാക്കിയത്. അദ്ദേഹം തന്നെ അവകാശപ്പെടുന്നത് ലോക ചരിത്രത്തിലെ 8ാമത്തെ യുദ്ധമാണ് ഞാൻ അവസാനിപ്പിക്കുന്നത്, ഞാൻ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവാണ്, അതുകൊണ്ട് നോബൽ പ്രൈസ് എനിക്ക് 25 തരേണ്ടതായിരുന്നു, തന്നില്ല, 26 എനിക്ക് വേണമെന്ന് അദ്ദേഹം അവകാശപ്പെടുകയും അതിന് ഇസ്രായേൽ പാർലമെൻറ്റ് പിന്തുണക്കുകയും പാകിസ്ഥാൻ പ്രസിഡന്റ് ആദ്യവും പ്രധാനമന്ത്രി പിന്നീട് പിന്തുണക്കുകയൊക്കെ ചെയ്തു. നോബൽ പ്രൈസോ വന്നില്ല, യുദ്ധവിരാമം വന്നോ? അതാണ് അടുത്ത ചോദ്യം. ഇപ്പോഴത്തെ ചിത്രം എന്താണ്? ഈ യുദ്ധത്തിലെ ഒരു കക്ഷിയായ ഇസ്രായേൽ അതിൻ്റെ പാർലമെൻറ്റിൽ ഇന്നലെ നടത്തിയ ഒരു പ്രഖ്യാപനം, അതിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയ ഒരു പ്രഖ്യാപനം ഇന്ന് മാതൃഭൂമിയിൽ മനോഹരമായൊരു സ്റ്റോറിയായിട്ട് വന്നിട്ടുണ്ട്. നെതന്യാഹു പറയുന്നത്, നമുക്ക് ഈജിപ്തിൽ നിന്ന് ഒരു ട്രൂസ് വന്നിരിക്കുന്നു, യുദ്ധവിരാമ കരാർ, അത് നമ്മുടെ ഒരു കയ്യിലുണ്ടാവണം, പക്ഷേ നമ്മുടെ മറ്റേ കയ്യിലുള്ള സാധനം ഉണ്ടല്ലോ, ട്രൂപ്പ്, അത് നമ്മൾ താഴെ വെക്കുകയും. അപ്പോൾ ഒരു കയ്യിൽ ട്രൂസും മറ്റേ കയ്യിൽ ട്രൂപ്പുമായി മുന്നോട്ട് പോകുന്ന ഒരു യുദ്ധരംഗമാണ് ഇപ്പോഴും ഇന്നും ഇസ്രായേലിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒക്ടോബർ 10 തുടങ്ങിയ കരാറ് അത് സത്യത്തിൽ ഈ ബന്ദികളെ വിട്ടുകിട്ടാൻ വേണ്ടി മാത്രമായിരുന്നു എന്ന് വേണം കരുതാൻ. അതിൻ്റെ പാതിയേ കിട്ടിയുള്ളൂ, അതുകൊണ്ട് തന്നെ യുദ്ധം തുടർന്നു. ഒക്ടോബർ 10 ഉണ്ടാക്കിയ കരാർ 19 അവസാനിച്ചു. 9 ദിവസം പോലും നിലനിന്നില്ല. എന്തായിരിക്കും ഇനി? ആലോചിച്ച് നോക്കൂ. ഈ പ്രഹസനം കൊണ്ട് എന്ത് നേടി? ആരെന്ത് നേടി? ഫലസ്തീനികൾ എന്ത് നേടി? അവരെ പറ്റിക്കാൻ ഇറങ്ങിയ കൂട്ടരൊക്കെ, അറബ് ലോകത്തിൻ്റെ പിന്തുണ, അറബ് ലോകത്തെ മഹാരാജാക്കന്മാരൊക്കെ കൂടിയിരുന്നിട്ടാണ് അത് ഒപ്പിട്ടത്. പക്ഷേ ഒപ്പിടേണ്ടവരാരാണോ അവർ മാത്രം ഉണ്ടായിരുന്നില്ല. ഈ പ്രഹസനത്തിൻ്റെ ഒരു അനുബന്ധ നാടകം എന്തൊക്കെയായിരിക്കും നമ്മൾ കാണേണ്ടി വരിക? അഹമ്മദ് സാറേ, നമ്മൾ ഇതിൻ്റെ ഒരു മനുഷ്യത്വപരമായിട്ടുള്ള വശങ്ങളിൽ നിന്ന് ആരംഭിക്കാമെന്ന് തോന്നുന്നു. അതായത് 2 വർഷം മുമ്പ് ഒരു ഒക്ടോബർ 7 യുദ്ധം ആരംഭിച്ചു. 2 വർഷം മുമ്പ് അത് 2 വർഷം നീണ്ടു നിന്നു. 67,000 ആളുകൾ മണ്ണടിഞ്ഞു. അവരുടെ കെട്ടിടങ്ങൾ മുഴുവൻ, അവരുടെ വിലപ്പെട്ട വീടുകൾ മുഴുവൻ മണ്ണടിഞ്ഞു തീർന്നു. എന്നിട്ടും യുദ്ധത്തിനൊരു വിരാമമുണ്ടായില്ല. അമേരിക്ക ഇവിടെ തന്നെ ഉണ്ട്. ലോക പോലീസ് ചമഞ്ഞുകൊണ്ട് റഷ്യയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ചുങ്കം ലോകമെമ്പാടും ഏർപ്പെടുത്തിക്കൊണ്ട് വ്യാപാര യുദ്ധം നടത്തുന്ന അമേരിക്ക ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ സാക്ഷിയായിട്ട് കണ്ടുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് വൈറ്റ് ഹൗസിലിരിക്കുകയായിരുന്നു. പരിഹാരമുണ്ടാക്കിയില്ല. അവസാനം ഹമാസ് എന്ന് പറയുന്ന വിഭാഗത്തിൻ്റെ, പാലസ്തീൻകാരുടെ കൊലപാതക പരമ്പര, അതിൻ്റെ ലോജിക്കൽ കൺക്ലൂഷനിൽ ഇനി ഇസ്രായേലിനൊരു ഭീഷണിയില്ലെന്നറിഞ്ഞപ്പോൾ മാത്രമാണ് ട്രംപ് സമാധാനവുമായിട്ട് രംഗത്തിറങ്ങിയത്. വാസ്തവം അതാണ്. ഇസ്രായേലിനൊരു ഭീഷണിയില്ല. അവരുടെ ഓമനക്കുട്ടിയായിട്ടുള്ള ഇസ്രായേലിനൊരു ഭീഷണി ഇനി ഉണ്ടാവില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് ഈ സമാധാന കരാർ. അതുകൊണ്ട് തന്നെ ഒരു വ്യാജ നിർമ്മിതിയാണത്. ഈജിപ്തിലെ കടലോര സുഖവാസ കേന്ദ്രത്തിൽ വെച്ച് ഈ കരാറിൽ അവർ ഒപ്പുവെച്ചു, അപൂർണമായി കരാറിൽ. പക്ഷേ ഈ സുഖവാസ കേന്ദ്രത്തിലാണ് ഒപ്പുവെച്ചത്. ഓക്കെ, എത്ര കോടി ജനങ്ങളാണ് അതിൻ്റെ ദുഃഖങ്ങൾ അനുഭവിച്ചത്? സുഖവാസ കേന്ദ്രത്തിൽ അവർ ഒപ്പിടും മുമ്പ് എത്ര മാത്രം ജനങ്ങളാണ് ആ ദുഃഖങ്ങൾ പങ്കുവെച്ചത്? എത്രമാത്രം ദുഃഖമാണ് ലോകത്തിനത് സമ്മാനിച്ചത്? അവിടെ ഒരിക്കൽ പോലും ഇടപെടാതെ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന ആജ്ഞാപിക്കുന്ന ഒരു രാജ്യ മേധാവി എന്ന് പറയുന്നത്, ഒരു രാഷ്ട്ര മേധാവി എന്ന് പറയുന്ന ഒരു കോമാളി അല്ലെങ്കിൽ പിന്നെന്താണ്? താൻ ഈ യുദ്ധങ്ങൾ നിർത്തിയെന്ന് പറയുമ്പോൾ 67,000 മരണങ്ങൾ അത് തടയാമായിരുന്നു. അമേരിക്ക പറഞ്ഞാൽ, കർശനമായിട്ട് പറഞ്ഞാൽ, അതിൻ്റെ ഒരു ചട്ടുകം മാത്രമായി ഇസ്രായേലിനത് ഇല്ലാതാക്കാൻ കഴിയുമായിരുന്നല്ലേ? നമ്മൾ വേറൊരു ആംഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ പറ്റുമായിരുന്നല്ലേ? തീർച്ചയായിട്ടും പറ്റുമായിരുന്നു. പക്ഷേ പറ്റുന്നൊരു കാലം ഉണ്ടായിരുന്നു എന്ന് വേണം പറയാൻ. കാലം ലോകഗതിയിൽ ചരിത്രത്തിൽ വളരെ പ്രധാനമാണെന്ന് സാറിന് അറിയാലോ. 48 ഈ കരാറ് വന്ന സമയത്ത്, അല്ലെങ്കിൽ 48 തൊട്ട് കഴിഞ്ഞ് 77 കൊല്ലമായിട്ട് ആദ്യത്തെ ഒരു 50 കൊല്ലമെങ്കിലും പിച്ച വെച്ച് ഇസ്രായേൽ വളർന്ന കാലത്ത് അമേരിക്ക അവർക്ക് യജമാനെ പോലെയായിരുന്നു. അവർക്ക് വേണമായിരുന്നു അമേരിക്കയെ. അമേരിക്ക സഹായിച്ചിട്ടുണ്ട്. ഈ ട്രംപ് അല്ല, യഥാർത്ഥ അമേരിക്ക അവർ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ആ അമേരിക്ക ഇന്ന് എവിടെ നിൽക്കുന്നു? ആ അമേരിക്കയുടെ നടു ഒടിഞ്ഞു പോയത് അവർ മാത്രമേ ഇനി അറിയാൻ ബാക്കിയുള്ളൂ. ട്രംപ് മാത്രമേ സമ്മതിക്കാൻ ബാക്കിയുള്ളൂ. ലോകത്തിൽ ഭവനരഹിതരുടെ എണ്ണം, ദരിദ്രരുടെ എണ്ണം, ലോകത്തിൽ ഏറ്റവും കൂടുതൽ കടക്കണിയിൽ മുങ്ങിയ രാജ്യം ഒക്കെ ആയിട്ട് അമേരിക്ക മാറിപ്പോയിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ അമേരിക്കക്ക് ആരെയും സഹായിക്കാനുള്ള കെൽപ്പിന്നില്ല. ഒന്ന്. രണ്ടാമത്, ഇസ്രായേലാണെങ്കിൽ അമേരിക്ക പറഞ്ഞാൽ പോലും കേൾക്കാത്ത പരുവത്തിലേക്ക്. UN ആണ് അവരെ നിർമ്മിച്ചത്. അമേരിക്കയും അന്നത്തെ വൻകിട രാജ്യങ്ങളുമാണ് അവരെ പിന്തുണച്ചത്. പക്ഷേ ഇന്ന് ഇവരുടെ ഒന്നും പിന്തുണ ഇസ്രായേലിന് ആവശ്യമില്ല. ആവശ്യമുണ്ടായിരുന്നെങ്കിൽ ഈ യുദ്ധം നിർത്തണമെന്ന് പറഞ്ഞ എത്ര ശക്തികളുണ്ട്, ലോക രാജ്യങ്ങളുടെ ശക്തികളുണ്ട്. അമേരിക്ക എത്രയോ തവണ പറഞ്ഞു, ബ്രിട്ടൻ പറഞ്ഞു, ഫ്രാൻസ് പറഞ്ഞു, നിർത്തിയില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ 2 കാരണം കൊണ്ട്. ഒന്ന്, സാറ് പറഞ്ഞതാണ്, ഇനി വെടി നിർത്തിയിട്ട് അവിടെ ഒരു യുദ്ധം നിർത്തിയിട്ട് ഇസ്രായേലിന് പ്രത്യേകിച്ച് ഒന്നും നേടാനില്ല, ഒന്നും കാര്യമില്ല. പക്ഷേ നമ്മൾ കാണാതെ പോകുന്നൊരു അജണ്ടയുണ്ട്. ഇതിൻ്റെ അന്തിമമായ പരിഹാരം ട്രംപിൻ്റെ കയ്യിലല്ല, ഇസ്രായേലിൻ്റെ കയ്യിലുണ്ട്. അവർക്കൊരു അജണ്ടയുണ്ട്, അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഫിനിഷ് ദ ജോബാണ്. ഫിനിഷ് ദ ജോബ് എന്ന് പറഞ്ഞാൽ ജോർഡാൻ നദിയുടെ അപ്പുറത്ത് ഫലസ്തീനും ഇപ്പുറത്ത് ഇസ്രായേലുമാണല്ലോ. ഇനി ആ നദി ഞങ്ങളുടേതാണ് എന്ന് വെച്ചാൽ നദി ഞങ്ങളുടെ രാജ്യത്തിൻ്റെ അകത്തുകൂടെ ഒഴുകുന്ന ഒരു പുഴ മാത്രമായിരിക്കും. പകരം പഴയ ഫലസ്തീൻ ഉപദ്വീപുണ്ടല്ലോ, അത് മുഴുവനായിട്ട് ഇസ്രായേലിനോട് അറ്റാച്ച് ചെയ്ത് ഫലസ്തീൻ എന്ന ഒരു ഭൂപടം ഭൂമിയിൽ ഇല്ലാത്ത ഒരു ചിത്രം ഇസ്രായേൽ വരച്ചു വെച്ചിട്ടുണ്ട്. അതാണ് ഫിനിഷ് ദ ജോബ്. അതിൻ്റെ ഏതാണ്ട് ഒട്ടുമുക്കാൽ പണി തീർത്തു സാർ. ഇപ്പോൾ വെസ്റ്റ് ബാങ്ക്, ഇസ്രായേലിൻ്റെ 2 പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ വെസ്റ്റ് ബാങ്ക് ആണല്ലോ. ഒന്ന് വെസ്റ്റ് ബാങ്ക് ആണ്, ഒന്ന് ഗസയാണ്. ഗസയിൽ ഹമാസിനാണ് ഭൂരിപക്ഷം, തീവ്രവാദികളായ ഹമാസിനാണ്, ഭീകരവാദികളാണ് അവർ. അതുകൊണ്ട് അവർ പൊട്ടിത്തെറിച്ചുകൊണ്ടേയിരിക്കുന്നത് ചവേറുകളായി. അതേസമയത്ത് സാധാരണ സമാധാന പ്രേമികളായ, താരതമ്യേന സമാധാന പ്രേമികളായ അൽഫത്തഹ്, പഴയ PLOയുടെ അൽഫത്തഹ് ഗ്രൂപ്പാണ് ഇപ്പുറത്ത് വെസ്റ്റ് ബാങ്കിൽ. അവർ വളരെ സൈലന്റ് ആയിട്ട് കഴിഞ്ഞ കുറെ കാലമായിട്ട് ഒരു ഡെമോഗ്രാഫിക് വാർ അവിടെ നടക്കുന്നുണ്ട്. എന്താ വെച്ചാൽ ഇസ്രായേൽ പൗരന്മാരെ ചെലവും കൊടുത്ത് കൊണ്ടുപോയിട്ട് ഫലസ്തീൻ നഗരങ്ങളിൽ പാർപ്പിക്കുക. ഏതാണ്ട് വെസ്റ്റ് ബാങ്ക് പൂർണ്ണമായി അവർ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ട്, അവരുടെ കയ്യിലാണ്. ഗസയിലും ഡെമോഗ്രാഫിക്കായിട്ട് ഇത് നടന്നിട്ടുണ്ട്. പക്ഷേ സമർത്ഥമായിട്ട് ഇസ്രായേലിയരെ മാറ്റി നിർത്തിയിട്ടാണ് അവർ ബോംബ് വർഷിക്കുന്നതും ആ നഗരത്തെ തരിപ്പണമാക്കുന്നത്. ഗോലാൻ കുന്നുകളിൽ ആരാ ഇപ്പം ഉള്ളത്? ഗോലാൻ കുന്നുകൾ തിരിച്ചു പിടിച്ചല്ലോ ഈജിപ്റ്റ് തിരിച്ചു പിടിച്ചല്ലോ. ഇതൊക്കെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ അറബ് രാജ്യങ്ങളൊക്കെ ചേർന്നിട്ട് സത്യത്തിൽ ഈ ഫലസ്തീനെ സഹായിക്കാൻ എന്ന വ്യാജേനയാണ് ഫലസ്തീന് വേണ്ടി ഇവർ ഇസ്രായേലിനെ ആക്രമിച്ചത്. അവരുടെ സ്ഥലങ്ങൾ തോറ്റു പോരുമ്പോൾ അതൊക്കെ ആദ്യം എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഇതൊക്കെ തോറ്റാൽ തീർച്ചയായിട്ടും അതൊക്കെ ഇസ്രായേൽ പിടിക്കുമല്ലോ ഈ പ്രദേശങ്ങളൊക്കെ. പക്ഷേ പിന്നെ ഈ വെടിനിർത്തൽ ഉണ്ടാക്കുമ്പോൾ ഞങ്ങളുടേതൊക്കെ ഇങ്ങോട്ട് തന്നെ തിരിച്ചു. അതുകൊണ്ട് ഈ രാജ്യങ്ങൾക്കൊന്നും നഷ്ടമില്ല. നഷ്ടം ഉണ്ടായത് ആർക്കാ? ഫലസ്തീന് മാത്രമാണ് നഷ്ടം. അതുകൊണ്ട് ഒരു കാര്യം തീർച്ചയാണ്, ഫലസ്തീൻ ഈ വെടിനിർത്തൽ എന്ന് പറയുന്ന ഒന്ന് ഇസ്രായേലിന് താല്പര്യമില്ല. എന്തുകൊണ്ടെന്നാൽ ഇനി അങ്ങനെ രണ്ടു കൂട്ടർക്കും താല്പര്യം ഉണ്ടാകുമ്പോഴല്ലേ സാർ വെടിനിർത്തേണ്ടി വരിക. മാത്രമല്ല ലോകത്തിൽ തീർച്ചയായിട്ടും സാറ് പറഞ്ഞ വളരെ ശരിയാണ്. മാനുഷികമായിട്ട് 67,000 മനുഷ്യരെന്ന് യുദ്ധത്തിന്റെ കണക്ക് ശരിയാണോ എന്നറിയില്ല, എന്തായാലും അതിനേക്കാൾ ലക്ഷക്കണക്കിന് പേര് അഭയാർത്ഥികളായിട്ട് ആട്ടി ഓടിക്കപ്പെടുന്നു. അവരുടെ നിലവിളി, കുഞ്ഞുങ്ങളുടെ നിലവിളി, മരുന്ന് കിട്ടാതെ പട്ടിണി കിടന്ന് മരിക്കുന്നു, ആഹാരം കിട്ടാതെ, മരുന്ന് കിട്ടാതെ, മറാവ്യാധികൾ വന്ന്. മാത്രമല്ല അവർ ഗസയിൽ ബോംബ് വീഴുമ്പോൾ അവിടുന്ന് ഓടി ഒളിക്കുന്ന മരുഭൂമിയിലേക്കാണ്. അപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾക്ക് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ അഭയം തരാം, ഞങ്ങൾ തന്നെ വാങ്ങിച്ചു തരാം എന്നൊക്കെ ഇസ്രായേൽ പറഞ്ഞു നോക്കി, അമേരിക്കയും പറഞ്ഞു നോക്കി, പോയില്ല. ഇപ്പൊ അവരൊക്കെ തിരിച്ചു കൊടുക്കാൻ തയ്യാറല്ലെന്ന് പറഞ്ഞു. അറബ് രാഷ്ട്രങ്ങൾ ഉൾപ്പെടെ ആരും ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞു. അവർ ഈജിപ്റ്റ് ആദ്യമേ തന്നെ പറഞ്ഞു. അതെ, നേരത്തെ തന്നെ പറഞ്ഞു. ഞാൻ പറയുന്നത് അവർ പോയില്ല. അപ്പോൾ അവർ തിരിച്ചു വരുമ്പോൾ ഇപ്പൊ എന്താ കാണുന്നത്? എന്ത് കരാറാണ് ഇവരുണ്ടാക്കിയത്? ഈ കരാർ ഉണ്ടാക്കുമ്പോൾ ആദ്യം വേണ്ടത് വെടിനിർത്തണമെങ്കിൽ ഇസ്രായേൽ സേന ഫലസ്തീനിൽ നിന്ന് പിന്മാറണ്ടേ? അതിന് ടൈം ലൈൻ ഉണ്ടാക്കിയോ? ഇല്ല. ഈ ആളുകൾ ഇപ്പോൾ ഇതാ വെടിനിർത്തിയെന്ന് കേട്ടപ്പോൾ ആവേശപൂർവ്വം ഓടി വരുമ്പോൾ അവർ കാണുന്നത് എന്താ? അവരുടെ നഗരവും അവരുടെ നാടും അവരുടെ വീടുകളും ഇടിച്ച് നിരപ്പാക്കിയ പട്ടാളക്കാരൻ അവിടെ തന്നെ ഉണ്ട്, അവനാണ് കാവൽ നിൽക്കുന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്താ? ഈ വീടുകൾ ആരുണ്ടാക്കി കൊടുക്കും? യുദ്ധക്കരാറിൽ ആദ്യം വേണ്ടത് പുനർനിർമ്മാണം ആര് നടത്തുന്ന? ഒരു വാക്യം പറയുന്നില്ല സാർ. രണ്ട്. മൂന്നാമത്തെ കാര്യം എന്താ? ഹമാസ് നമ്മുടെ ഭാഷയിൽ തീവ്രവാദികളാണ്, പക്ഷേ അവരുടെ ഭാഷയിൽ അവർ തിരഞ്ഞെടുത്ത അവരുടെ ഭരണാധികാരികളുമാണ്. ഗസ ഭരിച്ചുകൊണ്ടിരുന്നവരാണ്. അവരെ ജയിലിലടക്കാനും ബന്ദികളാക്കാനും പറ്റും യുദ്ധം നടക്കുമ്പോൾ. അവരെ വേണമെങ്കിൽ ഈ ഖത്തറിൽ ഒളിച്ചിരുന്ന നേതാക്കന്മാരെ അവിടെ പോയി ആക്രമിച്ചു കൊല്ലാനും പറ്റും. പക്ഷെ തിരിച്ച് വെടിനിർത്തൽ കരാറുണ്ടാക്കിയിട്ട് അവരെ ജയിലിൽ നിന്ന് തുറന്നു വിട്ടിട്ട് സ്വന്തം നാട്ടിലേക്ക് അവർ തിരിച്ചു വന്നാൽ അവർ ഭരണകൂടത്തിൽ തന്നെ വരും. എന്ന് പറഞ്ഞാൽ ഹമാസ് വീണ്ടും ഭരിക്കും. അത് പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. വേണ്ട, ഇനി ഹമാസ് ഭരിച്ചോളൂ, സമാധാനത്തോടെ ഭരിക്കാവൂ, ഒറ്റ ഒരുത്തനും ആയുധം കയ്യിലേന്തരുത്, അങ്ങനെ വകുപ്പെങ്കിലും വേണ്ടേ സാർ? അതുമില്ല.
ഒരാൾക്കും ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. സാർ പറഞ്ഞത് അമേരിക്കയോടെ നേരിടാൻ ശക്തിയുള്ള ഒരു രാഷ്ട്രമായിട്ട് ഇപ്പോൾ ഇസ്രയേലിന് നിൽക്കാൻ കഴിയുന്നു. അവരെല്ലാവരും ഇപ്പോൾ കഴിഞ്ഞ ദിവസം യമനെ ആക്രമിച്ചു. യമനിലെ അവിടുത്തെ വിമതരുടെ കമാൻഡറെ കൊന്നുകളഞ്ഞു. ഇറാനെ ആക്രമിക്കുന്നു, അതിനിടയ്ക്ക് സിറിയയിലേക്ക് ആക്രമണം നടത്തുന്നു, ഹെസ്ബുള്ളയെ തകർക്കും, തീർന്നു കഴിഞ്ഞു എന്ന് പറയുന്നു. എനിക്കറിയില്ല അതിന് ഉയർത്തെഴുന്നേൽക്കുമെന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ ഈ ശക്തി ഈ രാജ്യം ആർജിക്കാനുള്ള കാരണം, ഒരു ചെറിയ രാഷ്ട്രം, വളരെ ചെറിയൊരു രാഷ്ട്രം വികസനപരമായിട്ട് ടെക്നോളജിയിൽ മുന്നേറുന്നു, കൃഷിയിൽ മുന്നേറുന്നു. അതുപോലെ തന്നെ ഈ യുദ്ധത്തിൽ ഇവർ ജയിക്കാനുള്ള ശക്തി എന്ന് പറയുന്നത് എന്താണ്? അവരുടെ ഇന്റലിജൻസ് സുപ്രസിദ്ധമാണ് ജൂതവംശത്തിൽ. അതുകൊണ്ട് ബുദ്ധിയേക്കാളേറെ സാർ അവർക്ക് വൈകാരികവും വംശീയവുമായ ഒരു ആവേശമുണ്ട്. ആവേശം അവര് പരമ്പരയായിട്ട് ജീവൻ കൊടുത്ത് നേടിയതാണ്. 60 ലക്ഷം മനുഷ്യരെ പിറന്നുപോയ വംശത്തിന്റെ പേരിൽ കൊല്ലപ്പെട്ട, അതിന്റെ പേരിൽ മാത്രം നഗ്നമായി പകൽ വെളിച്ചത്തിൽ കൊണ്ടുപോയിട്ട് ഗ്യാസ് ചേമ്പറിലിട്ട് അടച്ചിട്ട് ഹോളോകാസ്റ്റിൽ കൂട്ടക്കൊല ചെയ്തൊരു വംശം വേറെ ആരാളുള്ളത്? അവർ പഠിച്ചു, അവർ തീരുമാനിച്ചു, അവശേഷിക്കുന്ന ജനത ആരോ അവർ ഉയർത്തെഴുന്നേൽക്കും, അവർ പ്രതികാരം ചെയ്യും എന്ന് തീരുമാനിച്ചു. ആ പ്രതികാരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സാറേ ഓഷ്വിറ്റ്സ് ക്യാമ്പിൻ്റെ കാര്യമാണ് സാറി പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഗാസയിലുണ്ടായി 67,000 പേരുടെ കൊലയ്ക്കും അതുപോലെ അവരുടെ കെട്ടിടങ്ങൾ തകർന്ന് തരിപ്പണമായി മണ്ണോട് ചേർന്ന് കിടക്കുന്നതിനും നാളെ ഒരു പ്രതികാരം ഉണ്ടാവാതിരിക്കും. പ്രതികാരം ഉണ്ടാവും, തീർച്ചയായിട്ടും പ്രതികാരം ഉണ്ടാവും. പ്രതികാരം പക്ഷേ 2 തരത്തിലാണ്. 2 തരത്തിൽ പ്രതികാരം ചെയ്യാം. ഒന്ന്, പ്രതികാരം ചെയ്യാനുള്ള കായികവും സൈനികവുമായ ശേഷി നേടിയെടുത്തിട്ട് പ്രതികാരം ചെയ്യാം. ഇസ്രായേൽ ചെയ്തത് അതാണ്. ഇസ്രായേൽ ആദ്യകാലത്ത് അമേരിക്കയോടും ഫ്രാൻസിനോടും ബ്രിട്ടനോടും ഒക്കെ വിധേയപ്പെട്ട് നിന്നിട്ട് അതിവേഗത്തിൽ അതീവ ശ്രദ്ധയോടെ അവർ മുന്നോട്ട് പോയി. ഇന്നിപ്പോൾ അമേരിക്കയെ വേണമെങ്കിൽ അവർക്ക് നേരിടാൻ പറ്റും. അത്ര വമ്പൻ ശക്തിയായിട്ട് അവർ മാറി. അതേസമയത്ത് അറബ് രാജ്യങ്ങളോ ഫലസ്തീൻ എന്ന രാജ്യത്തെ അംഗീകരിച്ചില്ല. അതുകൊണ്ട് തന്നെ അവർക്കൊരു രാഷ്ട്രം ഉണ്ടായില്ല, അതിർത്തി ഉണ്ടായില്ല. ഇവർ പറയുന്നുണ്ടല്ലോ ഇസ്രായേൽ നദി, ഞങ്ങളെ ജോർഡാൻ റിവർ എന്ന അതിർത്തി അംഗീകരിക്കുന്നില്ല. ഇസ്രായേൽ തിരിച്ചു ചോദിക്കും, നിങ്ങൾ ആരാ അതിർത്തി തീരുമാനിക്കാൻ? 2 രാഷ്ട്രങ്ങൾ തമ്മിലല്ലേ അതിർത്തി തർക്കം ഉണ്ടാവുക. അപ്പുറത്ത് ആര്? രാഷ്ട്രമില്ല. 2, അവർക്ക് സൈന്യമില്ല. അവർക്ക് സൈന്യമാരുടേതാണ്. ഈ അറബ് രാജ്യങ്ങളെ കണ്ടിട്ടാണ് അവർ യുദ്ധത്തിനിറങ്ങിയത് 48-ൽ. പിന്നെ 67 6 ഡേ വാർ. എത്ര യുദ്ധം! എല്ലാ യുദ്ധങ്ങളിലും ആരാ പൊരുതുന്നത്? ഫലസ്തീന് വേണ്ടി പൊരുതിക്കൊണ്ടിരിക്കുന്നത് അയൽപക്കത്തെ അറബ് രാജ്യങ്ങളാണ്. ഇന്ന് ആ അറബ് രാജ്യങ്ങൾക്ക് ഇസ്രായേലിന്റെ പിന്തുണ വേണം. ഇല്ലെങ്കിൽ മാത്രമല്ല, ഏറ്റവും ചുരുങ്ങിയത് അവർ ഇസ്രായേലിനെ ഭയപ്പെടുന്നുണ്ട്. അപ്പോൾ സാറിനോട് കാൾ മാർക്സ് പറഞ്ഞത് മതം മയക്കുമരുന്ന് മാത്രമല്ല, ഈ മതമെന്ന് പറയുന്നത് ഒരു വിഷം, കാളകൂട വിഷം കൂടിയായി മാറുന്നുണ്ടോ? ഈ മതമെന്നുള്ള ഒരു വികാരം കൂടി യുദ്ധത്തിലൊരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. പക്ഷേ എനിക്ക് തോന്നുന്നു പലപ്പോഴും ആളുകൾ തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യം, ഈ ഇസ്രായേൽ ഫലസ്തീൻ വാറിൽ മതമാണ് പ്രശ്നമെന്ന. മതം ഒരു വിശ്വാസമാണ്. അവിടെ വിശ്വാസത്തെക്കാൾ പ്രധാനം അത് എന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന പലപ്പോഴും നമ്മുടെ ഒരു അനിസ്ലാമിക രാജ്യത്തെ ഇവിടെ വെച്ച് പൊറുപ്പിക്കില്ലെന്നാണ് പാലസ്തീൻ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ഈ മുസ്ലിം മൗലികവാദികളുടെ വ്യാഖ്യാനമാണ് സാർ. സത്യത്തിൽ 2 വംശങ്ങൾ തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. ഇസ്രായേൽ ജൂത വംശക്കാരാണ് ഇസ്രായേലിയൻ. തീർച്ചയായിട്ടും അതിൽ മഹാഭൂരിപക്ഷവും നല്ലൊരു ശതമാനം ജൂത മതക്കാരാണെന്നുള്ളത് ശരിയാണ്. എന്നാൽ അപ്പുറത്തെ ചിത്രം അതല്ല. അറബ് വംശം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഉണ്ട് വലിയൊരളവ്. ഫലസ്തീൻ അതോറിറ്റിയിൽ ഉണ്ടായിരുന്നല്ലോ, മന്ത്രിമാര് പലരും ക്രിസ്ത്യാനികളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു മനസ്സിലാക്കേണ്ട പ്രശ്നം. പക്ഷേ സാറ് ഞാനൊരു കാര്യം തിരിച്ചു പറയട്ടെ, ഒരു പക്ഷേ മാർസ് പറയേണ്ടിയിരുന്നൊരു കാര്യം, മതത്തെക്കാളും മാരകമാണ് വംശം എന്ന വികാരം. കറക്റ്റ്. മാർസ് ജൂതനായിരുന്നല്ലോ. മാർസ് എന്തിനാണ്, മാർസിന്റെ കുടുംബവും എന്തിനാണ് ജർമ്മനി വിട്ടു പോകേണ്ടി വന്നത്? എന്തുകൊണ്ടാണ് മാർസിന് വിപ്ലവത്തെക്കുറിച്ച് ജർമ്മനിയിൽ ആലോചിക്കാൻ പറ്റാതിരുന്നത്? അങ്ങനെയൊക്കെയുള്ള ചോദ്യമുണ്ട്. വംശം വളരെ പ്രധാനമാണ്. അതാണ് ഇസ്രായേൽ ആര്യവംശത്തിന്റെ ഒരു കൊടികുത്തുകൊണ്ടല്ലേ അദ്ദേഹത്തിന് അല്ലേ ഹിറ്റ്ലർക്ക്. അത് ആലോചിച്ച് നോക്കൂ. ഹിറ്റ്ലർ കത്തിച്ചത് മതമല്ല, ഹിറ്റ്ലർക്ക് മതമുണ്ടോ? മുസോളിനിക്ക് വിശ്വാസമേ ഇല്ല. ആലോചിച്ചു. ഇപ്പൊ ഫാസിസവും നാസിസവും ലോകത്തെ പഠിപ്പിച്ച പാഠം വംശീയതയാണ്. മതത്തിനേക്കാളും വർഗീയതയെക്കാളും വലിയൊരു വർഗീയത എന്ന് വെച്ചാൽ മതപരമായ വർഗീയതയേക്കാൾ വംശീയമായ വർഗീയത വലിയൊരു ഭീകരമാണ്. അതാണ് ഇസ്രായേലിന്റെ ശക്തി. അത് തന്നെയാണ് ഫലസ്തീൻ്റെ ദൗർബല്യവും. എന്താ കാര്യം എന്നറിയോ? വംശീയമായ ഈ വികാരം അറബികൾക്കൊന്നുമില്ല. അവർക്ക് ആകെയുള്ളത് മതപരമായ വികാരമാണ്. അതിന്റെ പേരിൽ അവരാരും ഈ രാജ്യത്തെ സഹായിച്ചു സമാധാനത്തോടെ ജീവിക്കുകയും ചെയ്യുന്നു. വംശം കൂടി ചേരുമ്പോഴാണ് അത് വല്ലാത്തൊരു വിഷയമായിട്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം കൂടിയുണ്ട്. എല്ലാ അറബ് രാജ്യങ്ങളും അനവധി വംശങ്ങൾ തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. ഇനി ഒറ്റ കാര്യം കൂടി, ഗോത്രങ്ങൾ തമ്മിലാണ് അവിടുത്തെ. ഇത് വംശീയതയാണ്, ഗോത്രം, ട്രൈബ്സ് ആണ്. രണ്ടാമത്തെ കാര്യം, അവർ ഇപ്പോഴും അറബ് രാജ്യങ്ങൾക്ക് ഫലസ്തീനോട്
അറബ് രാജ്യങ്ങൾക്ക് ഇസ്രായേലിനുള്ളതിനേക്കാൾ ഇവിടെ ഉള്ളതിനേക്കാൾ ശത്രുത എന്തുകൊണ്ടാണ് ഇറാനോട്? തീർച്ചയായിട്ടും അത് ഷിയ വംശമാണ്. സുന്നി ഷിയ വിഷം സുന്നി വംശമാണ്, വംശീയതയാണ് പ്രശ്നം. വംശീയത അത് പ്രശ്നമാണ്. ഇപ്പൊ ഇത്തരം വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ അതിലേക്ക് നമുക്ക് സമയം ചുരുക്കം കൊണ്ട് എന്തായാലും അത് ഒരു വലിയ വെളിച്ചമാണ്. വർഗീയതയെക്കാളും വലിയൊരു വിഷം തന്നെയാണ് വംശീയത. അതിപ്പോ ഓസ്ട്രേലിയയിൽ എല്ലാം വരുന്നുണ്ട് സാറേ. റേസിസം എന്ന് ഇനി പറയുന്നത് ആലോചിച്ച് നോക്കൂ സാർ, അത് വളരെ കൃത്യമാണ് ഇപ്പൊ സാറ് പറഞ്ഞത്. ലോകം അത് ഇപ്പൊ ഇസ്രായേലിലും മിഡിൽ ഈസ്റ്റിലും മാത്രമല്ല ലോകം മുഴുവൻ ഉണ്ട്. ലോകം മുഴുക്കെ ഇന്ന് ആര് തമ്മിലാ പ്രശ്നം? ആലോചിച്ച് നോക്കൂ. വംശങ്ങൾ ഈ അമേരിക്കയിലെ കറുത്തവനും വെളുത്തവനും ക്രിസ്ത്യാനിയാണ് സാർ. അതെ അതെ അതെ. അവര് തമ്മിൽ എന്താ എബ്രഹാം ലിങ്കൺ എന്തിനാ കഷ്ടപ്പെട്ടത്? ദക്ഷിണാഫ്രിക്കയിലോ സൗത്ത് ആഫ്രിക്കയിലും അതാണ്. എല്ലായിടത്തും ഞാൻ പറഞ്ഞത് വംശങ്ങൾ എന്ന് പറയുന്നത് വളരെ വളരെ വല്ലാത്തൊരു ദാറ്റ്സ് ആൻ ഐ ഓപ്പണർ. റിയലി ദാറ്റ്സ് ആൻ ഐ ഓപ്പണർ. അപ്പോൾ ആ ഐ ഓപ്പണർ വെച്ചുകൊണ്ട് നമുക്കിനി നമ്മുടെ സംവാദങ്ങൾ തുടരാം. തീർച്ചയായിട്ടും ഈ വിഷയം ഇനിയും സംസാരിക്കേണ്ടി വരും. ഒരു കാര്യത്തിൽ എനിക്കൊരു സന്തോഷം തോന്നുന്നത്, ഒക്ടോബർ 10 ആ കരാർ ഒപ്പിട്ട ദിവസം ABC പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു പ്രഹസനമാണ്, ആരും ഈ തട്ടിപ്പിൽ വീണ് പോകണ്ട നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അന്ന് തന്നെ ഈ കരാറിന്റെ സ്വഭാവം നമ്മൾ പറഞ്ഞതാണ്. കരാറിലെ കക്ഷികൾ ഒപ്പിടുന്നില്ല, അവർ വന്നിട്ടില്ല. ആരാന്റെ ചെലവിൽ നടക്കുന്ന ഒരു മഹോത്സവം മാത്രമായിരുന്നു അത്. 2, എങ്ങനെയാണ് യുദ്ധം നിർത്തേണ്ടത് എന്നതിനെ കുറിച്ച് ഒരു വരിയും അതിനകത്ത് പറഞ്ഞിട്ടില്ല. പ്രഹസനമായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ പ്രഹസനം ഇപ്പൊ തീർന്നു, യുദ്ധം തുടരുന്നു എന്ന് പറഞ്ഞാൽ ഇനി നിർബാധം യുദ്ധം തുടർന്നുകൊണ്ടിരിക്കും. അവസാനമായിട്ട് നമുക്കൊരൊറ്റ വാക്കിൽ തുടരും. തീർച്ചയായിട്ടും നമ്മുടെ ചർച്ചയും യുദ്ധവും തീർച്ചയായിട്ടും രണ്ടും തുടരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.